ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഇതാ ഈദിൻ്റെ ലീവൊക്കെ കഴിഞ്ഞു, ബാക്ക് ടു വർക്ക് തന്നെ ആയി. അങ്ങനെ ഞങ്ങളും ചെറുതായിട്ടൊക്കെ ഈദൊക്കെ ആഘോഷിച്ചു. ചെറുതായിട്ടിട്ട് വലുതായിട്ടൊന്നും ഈദൊന്നും ആഘോഷിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇവിടെ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളെ ഈദ്, അതായത് അല്ലെങ്കിൽ ഞങ്ങൾ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. അങ്ങനെ അതാ ഈദിന് തലേ ദിവസം മെഹന്തി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയതായിട്ടോ. അപ്പോൾ അവിടുന്ന് മക്കൾ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈദിൻ്റെ ഗിഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് മക്കൾസ് ഉണ്ട്, മെഹന്തി ഇടാൻ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ആർട്ടിസ്റ്റ്. ആൾ നല്ലോണം വരക്കും കേട്ടോ, അത്യാവശ്യം തന്നെ വരക്കും. ഞാൻ എപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴായിട്ട് അറിഞ്ഞത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അവളെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരക്കാണ്. പിന്നെ അതാ വേറൊരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട് ഇവിടെ. അങ്ങനെ മക്കളത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൈ കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു വേറെ ഫ്രണ്ടാണ് എനിക്ക് മെഹന്തി ഇട്ടുന്നത്. ആളിപ്പോൾ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആരെക്കൊണ്ട് ഇടിപ്പിക്കും, ആരാണ് വരച്ചിരാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ രണ്ടാൾക്കാരെ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ വേഗം അവരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, പക്ഷേ ഇവരിങ്ങനെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് ഓടി. അപ്പോൾ ഇതാ ഹല ഇടുന്നുണ്ട്. ഹലക്ക് രണ്ട് കൈ നിറച്ചും വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എന്താണെന്നറിയില്ല. പിന്നെ ഇതാ ഹലൻ്റെ കഴിഞ്ഞിട്ട് നെയിലിരുന്നിട്ടുണ്ട് വരക്കാൻ. നെയിലൊക്കെ പിന്നെ കൈ ഫുള്ള് വേണമെന്നൊന്നുമില്ല, രണ്ട് കൈൻ്റെ സൈഡിലും ബാക്ക് സൈഡ് മാത്രം ഇട്ടാൽ മതി എന്നാൾ പറഞ്ഞത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ മക്കൾസിൻ്റെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ വലിയ ആൾക്കാർ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരാൾ ഇടുകയാണ്. ഞങ്ങൾ ഇടുമ്പോഴിങ്ങനെ ഓരോ സംസാരിച്ചിരിക്കലും ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. ഞാൻ കുറേ നേരത്തെ പോയതാണ്, പിന്നെ ലേറ്റായിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമ്മളിങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആ ഒരു ദിവസം ഭയങ്കര രസമാണ്. നാട്ടിലത്തെ പോലെ എല്ലാ വീട്ടിലേക്കും ഓടി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പിന്നെ നാട്ടിലിങ്ങനെ പടക്കങ്ങളൊക്കെ പൂത്തിരി അങ്ങനെ സംഭവങ്ങളൊക്കെ പൊട്ടിക്കല്ലോ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഉണ്ട്, പക്ഷേ നാട്ടിലത്തെ പോലെ അത്ര സുലഭമല്ല. ഇയാൾ മെഹന്തിടുന്ന ആളെ മോനാണ് കേട്ടോ. അപ്പോൾ അതാ അവനക്കും മോനാണ്, അപ്പോൾ ആൾക്കും വേണം മെഹന്തി. നമ്മളിടുന്നത് പോലെ അവനക്കും വേണം മെഹന്തി കേട്ടോ. അപ്പോൾ അതാ ഒരാളെ കൈ ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ കൈ കാണിച്ചു കൊടുക്കലാണ്. അങ്ങനെ എന്താ ഞാനും മൈലാഞ്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ഈദായി. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോവാണ്. രാവിലെ തന്നെ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാണ്. അപ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയായി ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഫുൾ സ്ലീവ് വാങ്ങിച്ചിട്ടായിരുന്നു നീലക്കും ഹലക്കും. ഒരു മാക്സി ടൈപ്പ് വാങ്ങിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതാ പോവാണ് കേട്ടോ. നമ്മളെ മക്കാമിലൊരു വലിയ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പെരുന്നാൾ നിസ്കരിക്കാൻ ഒരു 6:30 ആകുമ്പോൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇവിടെ UAE ഈദ്ഗാഹ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈദ്ഗാഹ് കൂടുമല്ലോ, അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇത് കാരണം അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളീന് പുറമേ നിസ്കരിക്കാൻ പാടില്ല, ഉള്ളിൽ മാത്രം നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ തന്നത് കാരണം അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പള്ളിയിൽ പെട്ടെന്ന് സ്ഥലം കിട്ടില്ല വിചാരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ തന്നെ അങ്ങനെ ഇതാ മൈലാഞ്ചിയൊക്കെ ചുവന്നിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാൾക്കാർ. പക്ഷേ ഇത് നമ്മൾ ഈദിൻ്റെ 2 ദിവസം മുന്നേ ഇടണമായിരുന്നു. അപ്പോഴാണ് ഈദിനൊരു കളർ കിട്ടുള്ളൂ. ഞങ്ങൾ പിന്നെ തലേന്ന് ഇട്ടത് കാരണമാണ് ഇങ്ങനത്തെ ഒരു കളർ വന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ ഒന്നുകൂടി ഡാർക്കാവും. അങ്ങനെ ഇതാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ തിരിച്ച് മടങ്ങുമ്പോഴിതാ ഇവർക്ക് ഈദ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന്. നമസ്കാരം കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഈദ് ഗിഫ്റ്റ് മക്കൾസിന് അവർ കൊടുക്കും. അങ്ങനെ നെയിലക്കും ഹലക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നും ഇതൊന്ന് ആദ്യം പറഞ്ഞതൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇറക്കാണ്ട് ഹലയുടെ ഭയങ്കര തിരക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾ കാണിച്ചു തരാട്ടെ എന്തൊക്കെ ഈദ് ഗിഫ്റ്റ് കിട്ടിയിരുന്നുള്ളത്. അധികം ഇങ്ങനത്തെ ചോക്ലേറ്റ്സാണ് കൊടുക്കാറ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. കുറേ മക്കൾസ് ഇതേപോലെ ഈദ് ഗിഫ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ അവിടെ. അങ്ങനെ ഇതാ ഹലക്ക് അത്യാവശ്യം ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഇന്നത്തെ ദിവസം അവൾക്ക് ഇത് മതി കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ചായ കുടിച്ചിട്ട് നമുക്ക് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടുന്ന് ഇതാ ഹോർലിക്സും അതുപോലെ തന്നെ ടിക്ക പൊറോട്ടയും കൂടി വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, ഇത് മതിയല്ലോ.
അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി ഒരു 8 o'clock ആയപ്പോഴും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ടാവും. അന്ന് നമ്മൾ ഫുഡ് എന്താ വെച്ചാൽ മട്ടൻ കറി, അതുപോലെ തന്നെ ഗീ റൈസും പിന്നെ ചിക്കൻ പൊരിച്ചതും, അങ്ങനെ കുറച്ച് വിഭവങ്ങൾ കിട്ടും. പിന്നെ മധുരത്തിന് കുറച്ച് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അസുഖമൊക്കെ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ആളെ ഏൽപ്പിച്ച് ഞാൻ. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ അസുഖ ഗീ റൈസ് അതുപോലത്തെ റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആൾ നല്ലോണം നന്നാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾ പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും. ആൾക്ക് പിന്നെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എന്താണ് ഫുഡൊന്നും കൊളാക്കി തരില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ആളെ ഏൽപ്പിക്കുന്നത്. അസുഖം പിന്നെ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ പോവില്ല. ഒരു ഉപ്പ് നോക്കാനൊന്നും ഞാൻ പോവില്ല. എല്ലാതും ആളെ ഇഷ്ടത്തിലാണ് ഞാൻ പിന്നെ വിട്ടുകൊടുക്കൽ കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ആൾ ഗീ റൈസൊക്കെ വെള്ളത്തിനനുസരിച്ച് എത്രയാണ് അരി അതിനനുസരിച്ച് ആൾ കണക്കാക്കി എടുത്തിട്ട് ഉണ്ടാക്കിക്കോളൂ. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്താണ് അജ്മാനിക്ക് പോവാണ്. ഇവരെ ബ്രദേഴ്സ് അജ്മാനിലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഡ്രസ്സ്. അപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. വീഡിയോസൊന്നും മര്യാദക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു കോമ്പിനേഷനിലായിട്ട് ഒരു കോഫി ബ്രൗൺ കോമ്പിനേഷനിലാണ് ഞങ്ങളെല്ലാവരും ഇട്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫോട്ടോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യട്ടോ. വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിതാ നേരെ അജ്മാനിലേക്ക് വിട്ടിട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അജ്മാനിലേക്ക് വിട്ടു. അശോകൻ 2 ബ്രദേഴ്സ് ഉണ്ട് അജ്മാലിൽ. അപ്പോൾ അവിടെ കുറേ മക്കൾസും ഉണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഹാലയും നെയിലൊക്കെ അതിൻ്റെ ത്രില്ലിലാണ്. അവരെ കാണാലോ എന്നുള്ള ത്രില്ലാണ്. നെയിലതാ ബാക്കിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. നെയില പിന്നെ പോകുമ്പോഴെപ്പോഴും ബാക്കിൽ സീറ്റിൽ അവൾ സ്ഥലം പിടിച്ചിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് അധികം ഡ്രസ്സൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഈ ഒരു കളർ കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങളെല്ലാവരും പിടിക്കാൻ വിചാരിച്ചു കേട്ടോ. അവിടെ തന്നെ ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.